10ാം ക്ലാസ് വരെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എക്സാം ഫീ അടക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വിദ്യാഭ്യാസം നിർത്തിയതാണ്. ഒരു 6-7 വർഷങ്ങൾ പിന്നെ ടൈലറിങ് ജോലി തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഗൾഫിലും പോയി. എനിക്ക് അന്ന് ബിസിനസ്സുകാരനാവണം എന്നുള്ളതാണ് ആഗ്രഹം. ഈ ബിസിനസ് എന്ന് പറയുന്നത് അതൊരു പാഷനാണ്. നമുക്ക് പണം ഉണ്ടാക്കുക എന്നല്ല, പണം നമുക്ക് താനെ വരും. ബി ക്രാഫ്റ്റ് എന്നുള്ളൊരു ബ്രാൻഡ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. ബി ക്രാഫ്റ്റ് ഹണി ആൻഡ് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് എൻ്റെ കമ്പനീൻ്റെ പേര്. ബി ക്രാഫ്റ്റ് എന്നാണ് ബ്രാൻഡ് നെയിം. ഹായ് ഹലോ, ഇറ്റ്സ് മീ സജന സഹറാസ്. ഇൻസ്പയറിൻ്റെ ഇൻസ്പിറേഷൻ നിറഞ്ഞ മറ്റൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സ്റ്റോറി ഉണ്ടാകുമെന്ന് പറയുന്നത് സാധാരണയാണ്. പക്ഷേ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി ഉണ്ടാകുന്നത് ഒത്തിരി അസാധാരണമായിട്ടുള്ള കാര്യമാണ്. ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അതിൻ്റെ എൻഹാൻസിങ് മോഡിലേക്ക് എത്തുന്ന സമയത്ത് തകർച്ചയുടെ പാതയിലേക്ക് പോകുന്നതും അതിന് വളർച്ചയുടെ പാതയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതും ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് പ്രയാസങ്ങളും നേരിടുന്നൊരു കാര്യമാണ്. അങ്ങനെ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഒരു തേൻ കടയിൽ നിന്നും ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയത്തിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തി ഉസ്മാൻ മദാരിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സർ, വെൽക്കം ടു ദ ഇൻസ്പയർ ഷോ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. സാർ, നമ്മുടെ ബേസിക് കാര്യങ്ങളിലേക്ക് പോകാം. സാറിൻ്റെ നാട് എവിടെയാണ്, വീട് എവിടെയാണ്, വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ വയനാട്ടുകാരനാണ്. വയനാട് വൈത്തിരിയിലാണ്. വീട്ടിൽ ഉമ്മയുണ്ട്, അതുപോലെ വൈഫുണ്ട്, പിന്നെ ജ്യേഷ്ഠന്മാരും അതേപോലെ പെങ്ങന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ തൊട്ടടുത്ത വീടുകളിലും തൊട്ടടുത്ത നാടുകളിലൊക്കെ ആയിട്ടുണ്ട്. കൂട്ടുകുടുംബം അല്ലെങ്കിലും ഒരു കൂട്ടുകുടുംബം സ്റ്റൈലിലാണ് ജീവിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു തേൻ കടയിൽ നിന്നും ഹണി മ്യൂസിയത്തിലേക്ക് എത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയത്തിലേക്ക് എത്തിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പോരാ, ഈ ഒരു ഹണി മ്യൂസിയം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ? ഓക്കെ. അപ്പോൾ ഒരു ഹണി മ്യൂസിയത്തിലേക്ക് എത്തിയിട്ടുള്ള പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? എൻ്റെ പ്രോജക്റ്റിന്റെ പേര് എന്ന് പറഞ്ഞാൽ ബി ക്രാഫ്റ്റ് ഹണി ആൻഡ് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് എൻ്റെ കമ്പനീൻ്റെ പേര്. ബി ക്രാഫ്റ്റ് എന്നാണ് ബ്രാൻഡ് നെയിം. ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം എന്ന ഒരു പ്രോജക്റ്റാണ് ഈ ഹണി മ്യൂസിയത്തിൽ വന്നിട്ടുള്ളത്. അത് വേൾഡിലെ 2ാമത്തെയും അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെയും ഹണി മ്യൂസിയം എന്നുള്ള ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? യെസ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ചോദിക്കാനുള്ള വിദ്യാഭ്യാസം, അത് കഴിഞ്ഞിട്ടുള്ള ജോലി എങ്ങനെയായിരുന്നു? പിന്നെ ഈ തേൻ ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് വന്നത്, ഇതൊക്കെ ഒന്ന് പറയാമോ? ആക്ച്വലി 10ാം ക്ലാസ് വരെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. SSLC കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് പോകുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രീ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് തന്നെ എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ തോട്ടം തൊഴിലാളികളായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ സത്യത്തിൽ ഞാൻ ഒരു എക്സാം ഫീ അടക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വിദ്യാഭ്യാസം നിർത്തിയതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരായ ആളുകൾ 2 രീതിയിലുള്ള ജോലികളാണ് ചെയ്യുക. പൈസ ചിലവില്ലാത്തത് ഒന്ന് ടൈലറിങ്ങിന് പോകും. ടൈലറിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടൺസൊക്കെ വെക്കാൻ ഇങ്ങനെ കൂടെ പോയി അത് ശരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ. 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു 6 മാസം ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാനിനി പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞ് ഞാനിനി പഠിക്കുന്നില്ല, ഞാൻ പിന്നെ പഠിക്കാനുള്ള മടി കൊണ്ടല്ല, ഇതിനൊന്നും ഫീസ് തരാനുള്ളൊരു സാമ്പത്തിക ശേഷിയൊന്നും വീട്ടിലില്ല. പിന്നെ നമുക്ക് അത് കഴിയൂല. ഒരുമിച്ചൊരു 400 രൂപ. അതേപോലെ ഞാൻ പാരൽ കോളേജിലായിരുന്നു പഠിച്ചത്. അപ്പോൾ പാരൽ കോളേജ് പഠിക്കുമ്പോൾ അതിൻ്റെ ഫീസും കൂടെ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് പിന്നെ പഠനം അങ്ങ് നിർത്തിയിട്ട് ടൈലറിങ് പഠിക്കാനാണ് പോകുന്നത്. അതേപോലെ പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ ടാക്സിയിൽ പോയിട്ട് അന്നൊക്കെ പിന്നെ ക്ലീനറായിട്ട് പോയിട്ട് പിന്നീട് ഡ്രൈവറായി മാറുന്ന ഈ 2 ഓപ്ഷനേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടാക്സി ഫീൽഡിനോട് എനിക്കങ്ങ് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഒരു ടൈലറായിട്ടാണ്. അങ്ങനെ വർഷങ്ങൾ, ഒരു 6-7 വർഷങ്ങൾ പിന്നെ ടൈലറിങ് ജോലി തന്നെയായിരുന്നു വയനാട്ടിൽ തന്നെ. അതിൻ്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞു. നല്ല രീതിയിലൊക്കെ പോവായിരുന്നു. അങ്ങനെ 2008-2009 ആദ്യത്തെ ഒരു പ്രളയം നടന്ന സമയം ഉണ്ടായിരുന്നു. ഈ പ്രളയത്തിൻ്റെ സമയത്ത് എൻ്റെ വീടിൻ്റെ മുകളിൽ മണ്ണിടിഞ്ഞിട്ട് ആ വീട് പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ടൈലറിങ് ജോലി കൊണ്ട് എന്തായാലും വീട് വെക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു ജോലി ഒഴിവാക്കി അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഗൾഫിലും പോയി.
1 വർഷം ഗൾഫിൽ നിന്ന് പ്രവാസം നിന്ന് ഞാൻ അങ്ങോട്ട് വന്നു ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രവാസത്തിലേക്ക് പോയപ്പോഴും ഇതേ ജോബ് തന്നെയാണോ ചെയ്തത്? അല്ല, അവിടെ ഞാൻ ഡ്രൈവറായിട്ടാണ് പോയത്. അത് ഒരു കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒന്ന് മാറി നിന്നതാണ്. നമ്മൾ ഇവിടുന്ന് മാറി നിന്ന്. അപ്പോൾ ഞാനത് ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ സാർ. തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഒരു സംരംഭകൻ അറിഞ്ഞിരിക്കണം ഇതുപോലുള്ള ബിസിനസ് പേഴ്സൺസ് എങ്ങനെയാണ്, ഏതെല്ലാം മേഖലകളിൽ കൂടെയാണ് അല്ലെങ്കിൽ ഏതെല്ലാം ഘട്ടങ്ങളിൽ കൂടെയാണ് കടന്നു വന്നേക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പ്രവാസിയായിട്ടുള്ള സമയത്ത് ഏതാണ് ജോബ് ചെയ്തെന്നുള്ളത് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാട്ടോ. അപ്പോൾ അവിടെ ഡ്രൈവറായിരുന്നു, നാട്ടിൽ ടൈലറിംഗ് ആയിരുന്നു അല്ലേ? ഞാൻ ടൈലറിംഗ് ആണെങ്കിലും ഈ സമയത്തൊക്കെ എനിക്ക് വേറെ കുറേ ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഉപ്പയുടെ അനിയൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ ആ കടയിൽ ഞാൻ നിൽക്കുമായിരുന്നു. അപ്പം 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ മലപ്പുറത്താണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു പലചരക്കടയിൽ ഞാൻ അവിടെ നിന്ന് ആദ്യമൊക്കെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആദ്യമൊക്കെ നമ്മളോട് പറയുക വരണ്ട, പഠിക്കാൻ പോകാനൊക്കെ പറയും. പക്ഷെ ഞാനവിടെ നിന്ന് ലാസ്റ്റ് ഞാൻ കട നടത്തുന്ന ലെവലിലേക്കായി. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് അപ്പോൾ അന്ന് ഞാൻ ഈ സ്റ്റോറികളൊക്കെ വായിക്കുമായിരുന്നു. ഈ നമുക്ക് മനോരമയിലൊക്കെ വരുന്ന സ്റ്റോറികളൊക്കെ ഉണ്ടാവില്ല, അതേപോലെ ബിസിനസ് സ്റ്റോറികൾ എല്ലാം ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് ബിസിനസ്സുകാരനാവണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ ഞാനത് ടൈലറിങ്ങിലാണ് എത്തിപ്പോയത്. എത്തിപ്പോയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ ചില ആൾക്കാരോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ഇപ്പോൾ ചോദിക്കുകയാണ്. അത് സ്വന്തം കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ പണം സമ്പാദിക്കാനായിട്ട് വേണ്ടി മാത്രമാണോ, അതോ കുറച്ച് പേർക്ക് ഒരു സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ? ഇതിൽ ഏതാണ് ശരിക്കും കൂടുതലായിട്ട് വരുന്നത്? ഈ ബിസിനസ് എന്ന് പറയുന്നത് അതൊരു പാഷനാണ്. നമുക്ക് പണം ഉണ്ടാക്കുക എന്നല്ല, പണം നമുക്ക് താനെ വരും. പണം നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പലരും ഈ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിക്കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ പിറ്റത്തെ മാസം അല്ലെങ്കിൽ ആ സ്പോട്ടിൽ വരുമാനം വന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് ടെൻഷനാവും, സ്ട്രെസ്സാവും. കുടുംബത്തിലൊന്നും ഇവർക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പൊതുവെ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് പഠനമൊക്കെ നിർത്തി വെച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാർ അതെ, ഈ കണക്കുകളൊക്കെ ഇങ്ങനെ ബോധിപ്പിച്ച് ഞാൻ ഇങ്ങനെയാണ് ഇന്ന രീതിയിലാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എങ്ങും എത്താൻ പറ്റില്ല. നമ്മൾ കാത്തിരിക്കണം. കാത്തിരിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പല രീതിയിലുള്ള ഒരു ബിസിനസ്സിനെ നമ്മളൊരു കൃഷിയായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ചീരകൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു 2 ആഴ്ച കൊണ്ട് നമുക്കത് പറിച്ചിട്ട് വിളവ് കിട്ടും. വാഴക്കൃഷിയാണെങ്കിൽ 1 വർഷം കൊണ്ട് കിട്ടും. കപ്പയാണെങ്കിൽ 6 മാസം കൊണ്ട് കിട്ടും. അങ്ങനെയുള്ള ഓരോ രീതിയിലുള്ള ഇത് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു തട്ടുകട തുടങ്ങുന്നതിന് അന്ന് വൈകുന്നേരം തന്നെ അവൻ്റെ ലാഭം നഷ്ടമൊക്കെ അറിയും. അതേപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള ഓരോ ബിസിനസ്സിനും ഓരോ ടൈം കഴിഞ്ഞാൽ ഒരു ടൈമിന് അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ കൃഷിയിൽ നമ്മളൊരു ഒരു തെങ്ങ് വെക്കുകയാണെങ്കിൽ ആ തെങ്ങ് വളർന്ന് വന്ന് ആദ്യം ഇതിൻ്റെ വളർച്ച താഴോട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊന്നും കാണാൻ കഴിയില്ല. ബിസിനസ്സിൽ ഒന്നും കാണില്ല, ഒരു ഇൻകം ഉണ്ടാവില്ല. പക്ഷെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുക ചെയ്യാം. ഒരു 4-5 വർഷം അങ്ങോട്ടേക്ക് തന്നെ നമ്മൾ കൊടുക്കണം. ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ പാനിക്കാവും, കാരണം കുടുംബത്തിലൊന്നും ഇത് കാണിച്ചു കൊടുക്കാനില്ല. പക്ഷെ വൺസ് ഇത് വളർന്ന് അങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വരൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ തലമുറയും തൊട്ടടുത്ത തലമുറയും അത് കഴിഞ്ഞിട്ടുള്ള തലമുറക്കുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടും. അതുമാത്രമല്ല, അതിൽ നിന്ന് ഒരു സാധനം പോലും ഒഴിവാക്കാണ്ടാവില്ല. അതിലുള്ള എല്ലാ സാധനങ്ങളും വരുമാനം തന്നെ. അപ്പോൾ അതാണ് ബിസിനസ്സിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ടൈലറിംഗ് ആണെന്നുണ്ടെങ്കിലും ഈ ടൈലറിങ്ങിൻ്റെ സമയത്ത് എനിക്കൊരു സ്വഭാവമുണ്ട്. ബാംഗ്ലൂർ പോയിട്ട് ക്ലോത്ത് എടുത്ത് കൊണ്ടുവരും. എന്നിട്ട് എൻ്റെ ടൗണിലുള്ള ഈ ടാക്സി അതേപോലെ കച്ചവടക്കാർക്ക് വീടുകളിലൊക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പ്രോഡക്റ്റ് വിൽക്കും. അതേപോലെ തന്നെ അന്ന് ഞാനിങ്ങനെ സാധാരണക്കാരനാണെങ്കിലും ഒരു അസാധാരണമായിട്ട് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. എൻ്റെ 18ാം വയസ്സിലൊക്കെ ഞാനൊരു 1 lakh rupees ചിട്ടിയിലൊക്കെ ചേർന്നിട്ട് ആ പൈസ കിട്ടിയിട്ട് ഞാൻ അന്നൊന്നും ആരുടെ അടുത്ത് ബൈക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ബൈക്കൊക്കെ ആയിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, പക്ഷേ ഈ ഓരോ ബിസിനസ്സും ഞാൻ പരാജയപ്പെടുകയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ തുണിക്കച്ചവടം ചെയ്ത് എനിക്ക് നല്ല പൈസ, ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് പോയിട്ട് ഡെയിലി കളക്ഷൻ എടുക്കാൻ പറ്റിയില്ല. ഈ കളക്ഷൻ എടുക്കാൻ പറ്റാത്തപ്പോൾ പുതിയ ആളുകൾ വന്ന് ഈ റൂട്ടിൽ കയറി എൻ്റെ ബിസിനസ് പോയി. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ
എനിക്ക് പരാജയങ്ങളാണ് ഏറ്റവും കൂടുതൽ വന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആ തുണീൻ്റെ കച്ചവടം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യാണ്, പിന്നെ ഒരു ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് ആ ടെക്സ്റ്റൈൽസിൻ്റെ പിന്നെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ടൈലർ ഷോപ്പിനോട് ചേർന്ന് വലിയ റൂമൊക്കെ എടുത്ത് ഇതിൻ്റെ വാടക ഒന്നും കൊടുക്കാൻ കഴിയാതെ ഞാൻ എന്തായി, കടത്തിലായി. കടം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ പലിശയിലേക്ക് പോകും. പിന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ മൂത്തമാരെ മോനോട് പറഞ്ഞ് എനിക്കൊരു വിസ, എന്തെങ്കിലും ഒരു വിസ വേണം. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങോട്ട് എന്ത് വിസ കിട്ടുക, കിട്ടുന്ന ഡ്രൈവർ വിസയാണ്. അത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഡ്രൈവർ വിസ, ഹൗസ് ഡ്രൈവർ വിസയാണെങ്കിൽ ഹൗസ് ഡ്രൈവർ വിസ എനിക്ക് ഇവിടുന്ന് കയറണം. അപ്പോൾ ഞാനതിന് കയറാൻ വേണ്ടിയിട്ട് തയ്യാറായി. അപ്പോൾ ഡ്രൈവിംഗ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ മരിച്ചുപോയി ഒരു കുഞ്ഞുവർക്കി ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടനോട് പറഞ്ഞാൽ എനിക്കൊന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കണം. ഇദ്ദേഹം എന്നെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി തന്ന് പിന്നെ ഒരു 10-20 റൗണ്ട് കറങ്ങി, എന്നിട്ട് റിവേഴ്സ് വെച്ച് പിന്നെ ഇതാണ് റിവേഴ്സ്, ഇതാണ് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇതാണ് എൻ്റെ ആകെയുള്ള അറിവ്. ABCD ഇത് കൊണ്ട് ഞാൻ ഖത്തറിൽ പോകണം. ഖത്തറിൽ പോയി നോക്കുമ്പോഴേ എനിക്ക് വണ്ടി ഓടിക്കാനറിയില്ല. അങ്ങനെ അവിടുന്ന് ഞാൻ കൊണ്ടുപോയ ആൾ എന്നെ ചീത്ത പറയാണ്, പിന്നെ കഫീൽ ചീത്ത പറയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഒരു വണ്ടി എടുത്തിട്ട് പിന്നെ ഒരു ദിവസം മരുഭൂമിയിലൂടെ അങ്ങോട്ട് കറങ്ങിയിട്ട് ഞാനങ്ങ് പഠിച്ച് പിന്നെ ഞാൻ അവിടെ നിന്ന് ലൈസൻസ് എടുക്കുകയാണ്. അവിടെ എത്തിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഓട്ടമുള്ളത് ഒരു പ്രായമുള്ള ഒരു പിന്നെ ഉമ്മയാണ് ഞങ്ങളെ കഫീൽ. അവരെ ഒരു മസറുണ്ട്, ആ തോട്ടത്തിലേക്കുള്ള ഫുഡ് കൊണ്ടുപോയി കൊടുക്കുക. അവിടെ ചെറിയ പണികളൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് പോകാനുണ്ടാകുക. ആകെ 1 മണിക്കൂറേ വർക്ക് ഉണ്ടാവുള്ളൂ. എനിക്ക് ടൈലറിങ് അറിയാമല്ലോ. ഒരു മെഷീൻ വാങ്ങിയിട്ട് ആ റൂമിലിട്ടിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പിന്നെ തൊട്ടടുത്തുള്ള പാലക്കാട് അങ്ങാണ്ടുള്ള ഒരു സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, തുണികൾ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് തയ്ക്കും. അങ്ങനെ ഞാൻ സത്യത്തിൽ ഗൾഫിൽ പോയി എന്ന് പറയുമ്പോൾ ഗൾഫിൽ ഞാൻ കിടന്നുറങ്ങില്ല ബാക്കിയുള്ള സമയം ഫുള്ള്. കാരണം എനിക്കെൻ്റെ പാഷൻ ബിസിനസ്സാണ്. കഫീൽ എന്ന് പറഞ്ഞാൽ അവർ എനിക്ക് നല്ല സഹായിക്കും, പൈസയും തരും. അങ്ങനെ എൻ്റെ ബാധ്യതകളൊക്കെ ഞാൻ തീർന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ പിന്നെ കഫീലിനോട്, കഫീൽ പ്രായമുള്ള വീടല്ല, വീട് പഴയ വീടുണ്ട്. ഇതൊക്കെ നടക്കുന്നത് 2007-ലാണ്. ഞാൻ അത്യാവശ്യം ആ പോകുന്ന സമയത്തുള്ള ബാധ്യതകളൊക്കെ തീർത്ത് ഞാൻ നാട്ടിലേക്ക് പോരാൻ നിൽക്കുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് പോരേണ്ട സമയം വന്നപ്പോൾ, നാട്ടിലേക്ക് പോരണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞ്, തുടർന്ന് ജോലിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക്, അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് അവരോട് ജോലി വേണ്ടാന്ന് പറഞ്ഞാൽ അവർ നമുക്ക് പിന്നെ ലീവൊന്നും തരില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് ക്യാൻസലാണെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവരോട് ഇങ്ങനെ ഒക്കെ പറഞ്ഞ് നാട്ടിലേക്ക് വന്ന് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ തിരിച്ചു വന്നു. കാരണം അന്ന് ഞാൻ വിസ പുതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രവാസിയാവും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഉദ്ദേശങ്ങളൊക്കെ പോകും. ഞാൻ അത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ പഠിച്ച കാര്യങ്ങളുണ്ട്, അതൊക്കെ വെറുതാവും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്ത് നേരെ റിട്ടേൺ വന്ന് രണ്ടാമത് ഈ ടൈലർ ഷോപ്പും ഈ പറഞ്ഞ പോലെ തന്നെ സ്പൈസസും അതേപോലെ ചായപ്പൊടിയൊക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാണ്. ഇത് ചെയ്യുന്ന സമയത്താണ് എൻ്റെ വീട്, ഞാൻ പറഞ്ഞത് 2009 പ്രളയത്തിൽ വീട് വീഴുന്നത്. പ്രവാസം കഴിഞ്ഞ് വന്നിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതോടുകൂടെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പിന്നെ എനിക്ക് തോന്നി ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം തന്നെ ഷട്ടർ താത്തി ഈ മിഷനറി വിൽക്കാൻ വരെ നിന്നില്ല, ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ ഈ സ്പൈസസിൻ്റെ ബിസിനസ്സിലേക്കും അതേപോലെ റിയൽ എസ്റ്റേറ്റിലേക്കും അങ്ങ് ഇറങ്ങി. പിന്നെ ഞാൻ സ്പൈസസിൻ്റെ അതേപോലെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒക്കെ ഷോപ്പും അതിൻ്റെ ഹോൾസെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഇത് പോകുന്ന സമയത്താണ് 2016 അപ്രതീക്ഷിതമായിട്ട് ഞാൻ അങ്ങനെ ട്രെയിനിങ്ങുകളൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നില്ല. 2013 ഞാൻ ആദ്യമായിട്ടൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. അന്നത്തെ ആ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് എന്ത് ചെയ്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അന്ന് എനിക്ക് ശരിക്ക് പിന്നെ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ക്ലാസ്സാണ് കിട്ടിയത്. അപ്പോൾ അതിലെന്താ വന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു നേതാവാകുക എന്നുള്ളൊരു തോട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഭയങ്കര സജീവമായി. വ്യാപാരി വ്യവസായികളൊക്കെ ഭയങ്കര വർക്ക് ചെയ്ത് അതിൻ്റെയൊക്കെ ജില്ലാ കൗൺസിലൊക്കെ എത്തി. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ 2016 ശരിക്ക് ഒരു NLP സെയിൽസ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു ക്ലാസ് കിട്ടുന്നത്. അപ്പോൾ ആ ക്ലാസ് ഇങ്ങനെ പോയിട്ട് ഇരുന്ന് ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഇതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 ദിവസത്തെ ക്ലാസ്സാണ്, കൊച്ചിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും ഇതിന് വെറുതെ തമാശയായിട്ട് പോയതാണ്. അങ്ങനെ അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സാമ്പത്തികമായിട്ട് ഞാൻ കുറച്ച് ഭദ്രതയാണ്, വീട് ഒക്കെ ആയി, ഒരു കാറായി, അതേപോലെ കച്ചവടം, അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്. വലിയ രീതിയിലുള്ള ചിന്തകളൊന്നുമില്ല. ഞാൻ റിയൽ എസ്റ്റേറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്ത്. കാരണം എന്താണ്, റിയൽ എസ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ ഡീലറാകുമ്പോൾ ആ സമയത്താണ്
ഒരുപാട് ഈ പിന്നെ ഭൂമീൻ്റെ ഒക്കെ പ്രോബ്ലങ്ങളൊക്കെ ഉള്ളത്. ആ സമയത്ത് ഞാനങ്ങ് സേഫ് സോണിൽ നിന്ന് കംഫർട്ട് സോൺ എന്ന് പറയാം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ക്ലാസ്സുകൾ 2014 ഇതിൽ എനിക്ക് തോന്നി ഞാനിങ്ങനെ ചെയ്താൽ പോരാ, വലിയ സ്വപ്നങ്ങളൊക്കെ ഒരു വേറൊരു ലെവലിലേക്ക് എൻ്റെ ചിന്ത അങ്ങ് മാറുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്യണം, ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ബിസിനസ് ആവണം, അതേപോലെ എനിക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ വന്ന് 2016 കഴിഞ്ഞിട്ട് പിന്നെ തുടർച്ചയായിട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പിന്നെ ബില്യണർ മൈൻഡ് സെറ്റ്, അങ്ങനെ മൈൻഡ് മാസ്റ്ററി, എവിടെയൊക്കെ ട്രെയിനിങ് ഉണ്ടോ ഈ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഭയങ്കര പാഷനായി. അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ NLP സെയിൽസ് മാസ്റ്റർ എന്ന് പറയുന്ന ഈ കോഴ്സിൻ്റെ ഒരു പിന്നെ പരസ്യവാചകം തന്നെ നമ്മളുടെ വരുമാനം 6 മാസം കൊണ്ട് ഇരട്ടിയാവുന്നു. അപ്പം ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ആ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഹണിനെ കുറിച്ചിട്ട് ഇങ്ങനെ പിന്നെ ചിന്തിക്കുകയാണ്, ഹണിനെ കുറിച്ചിട്ട് പറയാണ്, ഹണിനെ കുറിച്ചിട്ട് മാത്രം ഇങ്ങനെ ഇതിൻ്റെ മാത്രം കാര്യങ്ങൾ. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഇടയിലൊന്ന് ചോദിക്കുകയാണ്. ആക്ച്വലി നമ്മളിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തൊരു തയ്യൽക്കാരൻ, അതിൽ നിന്ന് ഡ്രൈവർ, പിന്നെ അതിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് ഡീലറായി, അതിനുശേഷം തേൻ എന്ന് പറയുന്ന സംഭവം വരുന്ന ഈ ഒരു ക്ലാസ്സിലൂടെയാണ്. ആക്ച്വലി ക്ലാസ്സിൽ ഞാൻ ഹണി കച്ചവടം ചെയ്യുന്നില്ല, ഈ ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ട് ക്രിയേറ്റ് ചെയ്യാണ് ഒരു പുതിയ ബിസിനസ്, ഒരു സ്ട്രാറ്റജി ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ അപ്പോൾ നമ്മളെന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വയനാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ടൂറിസ്റ്റുകളായ ആളുകളൊക്കെ തേൻ വാങ്ങും. അപ്പോൾ ഞാൻ എൻ്റെ സ്പൈസസ് കടയിൽ തേൻ വിൽക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ തേൻ വിൽക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കും ഇത് ഒറിജിനൽ തേനാണോ. അപ്പോൾ നമ്മളിത് കേൾക്കാത്ത പോലെ നിൽക്കും, ഒറിജിനൽ തേൻ ആണോ അല്ലേ എന്ന് നമുക്കറിയില്ല. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ, നമ്മളെപ്പോഴും സൈലൻ്റ് ആവും. ലാസ്റ്റ് ഇവരോട് ഒരു കാര്യം നമ്മൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് കുറച്ച് ആളുകൾ കൊണ്ടുവന്ന്, ആദിവാസികളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ കൊണ്ടുവന്ന് അത് നിങ്ങൾക്ക് തരുന്നു, അവർ നല്ലതാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ നല്ലതായിരിക്കും, ഇതിൻ്റെ ഇടയിലുള്ള ഇടനിലക്കാർ മാത്രമാണ് ഞങ്ങൾക്ക് അറിയില്ല. ഇതായിരുന്നു അന്നുള്ള വാചകം. പക്ഷേ ഈ ഒരു സംഭവം ഇതിലൊരു മാറ്റം വേണം. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം 90% ഹണിയും ഫേക്ക് ഹണിയാണ് വിൽപ്പന നടത്തുന്നത്. ഈ ഒരു സെറ്റപ്പായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്നപ്പോൾ അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലിരുന്നിട്ട് ചിന്തിച്ചതൊക്കെ ഇതാണ്. അങ്ങനെ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ ഇറങ്ങിയാണ് മാർക്കറ്റിൽ, പിന്നെ തേൻ എങ്ങനെ കിട്ടും. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ജെന്യൂൻ തേനെ കുറിച്ചിട്ട് അപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാരോടൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് നല്ല ക്വാളിറ്റി ഹണി കിട്ടാനുണ്ട്. അപ്പോൾ നല്ലതെങ്ങനെ അറിയാം, അത് ലാബ് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ലാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി നല്ല ഹണിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഫേക്ക് ആണോ എന്നുള്ളത് നമുക്കറിയും. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഹണി പർച്ചേസ് ചെയ്ത് ഞാൻ ലാബ് ടെസ്റ്റ് ചെയ്തു. ഒരു 500 കിലോ ഹണി എടുത്തിട്ട് ലാബ് ടെസ്റ്റ് ചെയ്ത് ഞാനും 500 കിലോ ഹണി ഫസ്റ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ ഞാനും വൈഫും കൂടെ വീട്ടിൻ്റെ അടുക്കളയിൽ നിന്നിട്ടാണ് ഇത് ഫസ്റ്റായിട്ട് ഞങ്ങൾ നിറച്ചിട്ട്, പിന്നെ ഒരു അൾട്ടോ കാറാണ് അന്നുള്ളത്, ആൾട്ടോ കാറിൻ്റെ പുറകിൽ വെച്ചിട്ട് കടകളിലൊക്കെ കൊണ്ടു കൊടുത്ത്. അപ്പോൾ കടകളൊക്കെ അപ്പോഴേ എനിക്ക് പിന്നെ നമ്മളൊരു പിന്നെ റീറ്റെയിൽ ചെയ്യാന്നുള്ളതല്ല, ഹോൾസെയിലിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ലാർജ് സ്കെയിലിൽ ചെയ്യണമല്ലോ, വലിയ ബ്രാൻഡൊക്കെ ബിൽഡ് ചെയ്യാൻ നിൽക്കല്ലേ. അപ്പോൾ ഇങ്ങനെ കടക്കാരെടുത്ത് ചെല്ലുമ്പോൾ അവർ പറഞ്ഞ് ഉസ്മാൻ, അപ്പോൾ എൻ്റെ തേൻ്റെ വില 520 രൂപ, മാർക്കറ്റിൽ കിട്ടുന്ന തേൻ്റെ വില 280 രൂപ, പകുതി വ്യത്യാസം. അപ്പോൾ അവർ പറഞ്ഞു ഉസ്മാൻ നിൻ്റെ തേനൊക്കെ നല്ലതാണ്, പക്ഷേ ഈ വിലക്ക് ആരും വാങ്ങാനാണ്. അപ്പോൾ 280 ഇവർക്ക് കിട്ടുന്ന തേന് ഇവർക്ക് ആകെ എത്രയേ ഉള്ളൂ, 120 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടും. ഇതൊന്നും കൂടെ ഹോൾസെയിൽ പോയി കഴിഞ്ഞാൽ വല്യങ്ങാടി പോയാൽ നമുക്ക് 80 രൂപയ്ക്ക് 70 രൂപയ്ക്ക് സാധനം. ഇതാണ് ഇത് കറക്റ്റ് പിന്നെ കോൺസിറപ്പാണ്. അപ്പോൾ ആ സമയത്താണ് ആക്ച്വലി 500 രൂപയുടെ വിലയ്ക്ക് 520 തേന് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവർ പറഞ്ഞ്, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങളിത് ഒരു സൈഡിൽ വെക്ക്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ടേസ്റ്റ് ചെയ്യാൻ ഹണി കൊടുത്തു, സാമ്പിൾ ബോട്ടിൽ ഇത് കൊടുക്ക്, എന്നിട്ട് കൊടുക്ക്. ഒരു ആഴ്ച കഴിഞ്ഞ് ഈ ഒരു മാസമായപ്പോഴേക്ക് എനിക്ക് അടുത്ത ഓർഡർ വരൽ തുടങ്ങി. അപ്പോൾ 500 ഉള്ളത് സാമ്പിള് വെച്ചതാണ് ആക്ച്വലി ആ ഒരു വഴിത്തിരിവ്. കാരണം ആളുകൾക്ക് ഇത് പിന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണല്ലോ അവരിത് കൊണ്ടുവന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞ് ഒരു ആഴ്ചയല്ല ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത ലോട്ട് ഞാൻ ഇറക്കി. 500 കഴിഞ്ഞ് അതൊരു 1000 പിന്നെ അതൊരു 1500 2000 3000 ഇങ്ങനെ ഇതിങ്ങനെ ഓരോ മാസം കൂടുമ്പോഴും എൻ്റെ ബിസിനസ് ഇങ്ങനെ കയറുക. 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് കോലം മാറി. ഇതൊരു നല്ല ബിസിനസ്സാണല്ലോ, പല ആളുകളും വിചാരിച്ച് അവരൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങലാണ്. ഇതന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ വേറുള്ള ആളുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ ഞാനങ്ങ് തളർന്നാൽ ഫേക്ക് വീണ്ടും ഇറങ്ങും, അല്ലെങ്കിൽ മിക്സിങ് ഇറങ്ങും.
അപ്പോൾ ഇവരൊന്നും ലാബ് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, നല്ല ഒരു മേഖലയാണെന്ന് ആളുകൾക്ക് അങ്ങ് തോന്നി. അപ്പോൾ ആ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ബിക്രാഫ്റ്റ് എന്നുള്ളൊരു ബ്രാൻഡ് ഞാനവിടെ ക്രിയേറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് 2017 ആയപ്പോഴേക്ക് എൻ്റെ ബ്രാൻഡ് ലോഗോ പിന്നെ റിലീസ് കഴിഞ്ഞു. 2018 എല്ലാം വയനാട്ടിൽ തന്നെയല്ലേ? എല്ലാം വയനാട്ടിൽ. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, അപ്പോൾ വലിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ബിക്രാഫ്റ്റ് ഹണി ആൻഡ് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 2018 ഞാൻ ആദ്യമായിട്ട് തേൻകട എന്നുള്ളൊരു ബ്രാൻഡഡ് ഷോപ്പ് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഈ ബിസിനസ്സൊക്കെ എങ്ങനെയാണ്, അതുവരെ വരുന്നത് ഓൺലൈനായിട്ടും എൻ്റെ ഈ മാർക്കറ്റിംഗ് മാത്രമാണ്. ഫേസ്ബുക്കിലൊരു പേജ് തുടങ്ങിയിട്ടാണ് ഞാൻ ആദ്യം ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് പേര് തന്നെയായിരുന്നു ബിക്രാഫ്റ്റ് തേൻകട എന്നുള്ളത്. ഇപ്പോൾ അത് ബിക്രാഫ്റ്റ് ഹണി മ്യൂസിയം എന്നുള്ളത് പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേജിലൂടെയാണ് ഞാൻ എന്താക്കുന്നത്, എൻ്റെ മാർക്കറ്റിംഗ് ഫുള്ള് നടത്തിയിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 2018 ആദ്യമായിട്ട് തേൻകട എന്നുള്ളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മനോജ് കെ ജയനായിരുന്നു ഉദ്ഘാടനം ചെയ്ത്. വലിയ രീതിയിലുള്ള ബ്രാൻഡിങ്ങിലൊക്കെ ബിക്രാഫ്റ്റ് തേൻകട എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഷോപ്പൊക്കെ തുടങ്ങി. ഷോപ്പായിട്ട് തുടങ്ങുന്നത് 2018 2018 തുടങ്ങി. അതുവരെ ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ഈ കടകളിൽ കൊണ്ടുകൊടുക്കുന്ന ആ ബിസിനസ്സാണ് 2018 ഷോപ്പ് വരുന്നത് 2018. 2016 തുടങ്ങി 2018 ആ ഷോപ്പ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ 2018 പിന്നെ മാർച്ച് 14 എൻ്റെ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ. കറക്റ്റ് 85ാമത്തെ ദിവസം ഞങ്ങൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ കോഴിക്കോടും അതേപോലെ തന്നെ എറണാകുളത്തൊക്കെ ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് ഷോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പിന്നെ 85ാമത്തെ ദിവസം 2019 ഓഗസ്റ്റ് 9 തോന്നുന്നത് രണ്ടാമത്തെ പ്രളയം ഉണ്ടായല്ലോ. പ്രളയത്തിൽ എൻ്റെ ബിൽഡിങ് ഞാൻ പിന്നെ കൊച്ചിയിലാണുള്ളത്, അവിടുത്തെ ഷോപ്പിൻ്റെ വർക്കായിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു, ബിൽഡിങ് താഴ്ന്നു പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫോട്ടോ നോക്കുമ്പോഴേ എൻ്റെ ഷോപ്പ് ഫുള്ള് താഴ്ന്നു പോയിട്ടുണ്ട് മണ്ണിനടിയിലേക്ക്. അത് പൊട്ടി വീണ് അമ്പി പോയിട്ടുണ്ട്. അതിൽ എൻ്റെ മുഴുവൻ സാധനങ്ങളും അതിലാണ്. എറണാകുളത്തേക്ക് പുതിയ ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ വരെ അന്ന് ലോഡ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗോഡൗണും ഓഫീസും അതേപോലെ ഈ സ്പൈസസിൻ്റെ കടയെല്ലാം ഇതിൽ തന്നെയാണ്. ഇത് മുഴുവനായിട്ട് അങ്ങ് വീണുപോയി. അപ്പോൾ വീണുപോയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഇനിയിപ്പോൾ 2 ദിവസമൊക്കെ ഇവിടെ നിന്നിട്ട് വേഗം തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ പോയി. കൊച്ചിയിലേക്ക് പോയി. എത്രത്തോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്? അതിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപേൻ്റെ നഷ്ടമാണ്. അതായത് അത്രയും നാളുണ്ടാക്കിയിട്ടുള്ളത് മൊത്തം പോയി. കാരണം അങ്ങനെ വന്ന് അപ്പോൾ എനിക്കൊരു ചെറിയ സമാധാനം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൊച്ചിയിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ കൊച്ചിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിലെ ഷോപ്പ് പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ട് ഞാൻ നേരെ പോയി അവിടെ പോയി പണി തുടങ്ങുമ്പോൾ 13-ാം തീയതി ഞാൻ രാവിലെ കൊച്ചിയിൽ ഷോപ്പിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് എയർപോർട്ട് റോഡിൻ്റെ അവിടെ എത്തിയപ്പോണ്ട് വെള്ളം അങ്ങനെ പൊങ്ങുന്നു. ഞാൻ അപ്പം തന്നെ അവിടുന്ന് വണ്ടി തിരിച്ച്, വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് നാട്ടിലേക്ക് തന്നെ തിരിക്കാമെന്ന്. ഞങ്ങൾ കോഴിക്കോട് എത്തുമ്പോഴേക്ക് ഞങ്ങൾ നിന്ന ഫ്ലാറ്റ്, ഞങ്ങൾ ഏറ്റവും താഴത്തെ നിലയിൽ, ഈ ഫ്ലാറ്റിൽ മുഴുവനും വെള്ളം കയറിയിട്ട് അതിലുള്ള പ്രോഡക്റ്റുകൾ മുഴുവനും പോയി. പിന്നെ ആകെ ഉള്ളത് ഒരു ഈക്കോ വണ്ടിയിലുള്ള ഒരു 10-15 പെട്ടി ബോക്സ് ഹണി മാത്രമാണ് കയ്യിലുള്ളത്. ബാക്കിയുള്ളത് മുഴുവൻ പോയി. അപ്പോൾ അങ്ങനെ നേരെ വന്ന് ഞാൻ പിന്നെന്ത് ചെയ്ത്, കുറച്ച് സാമൂഹ്യ പ്രവർത്തനം ഇവിടെ പുത്തുമലയിലൊക്കെ, പിന്നെ വയനാട്ടിൽ പുത്തുമലയിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒക്കെ മാറി. ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സൊക്കെ തകർന്നിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയിലേക്ക് പോയാലും എല്ലാവർക്കും പതിവ്. പക്ഷെ അവിടെ അപ്പോഴും സാർ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കുകയാണ് ചെയ്തത്. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാനപ്പോൾ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട് 100-ാം ദിവസം ബിക്രാഫ്റ്റ് ഹണി മ്യൂസിയത്തിൻ്റെ പുതിയ സ്ഥാപനം തുറക്കുന്നതാണ് തുടങ്ങിയിരിക്കും. പിന്നെ ഇതിനു മുമ്പ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ നമ്മളെ സാറുണ്ട്, ഡോക്ടർ പി ജയൻ സാറ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് സംസാരിച്ച്. അപ്പോൾ ഞാനിതിന് കേസൊക്കെ ആയിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. അതായത് പിന്നെ പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് നഷ്ടപരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് നഷ്ടപരിഹാരം ഒന്നും കിട്ടാൻ ഒരു ഓപ്ഷനുമില്ല, ഇതിൽ 2 കാര്യങ്ങൾ ഉസ്മാനെ തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, പിന്നെ പുറകെ പോവാം, കേസൊക്കെ ആയിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചാനലുകളിലും പത്രങ്ങളിലൊക്കെ കരഞ്ഞ് വിളിച്ചൊക്കെ പോവാം. 2ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആയത് അന്ന് ആ ബിൽഡിങ് പോയതുകൊണ്ടാണ്, അത് നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇന്ന് ഈ രീതിയിലേക്ക് വളർന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ഉസ്മാൻ എന്ത് ചെയ്യുക, ഒരു ചാനൽ ഇൻ്റർവ്യൂ വേണമെങ്കിൽ നടത്താം. പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഈ ഒരു ലെവൽ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാനതൊക്കെ കീറിക്കളഞ്ഞ് ഞാനങ്ങ് സ്വസ്ഥം എല്ലാം ഒന്നും വേണ്ടാന്ന് വെച്ചു. പല ആളുകളും ചോദിച്ചു അത് പൊളിച്ചിട്ട് അതിന് അടിയിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൂടെ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട,
ഒരു നഷ്ടപരിഹാരത്തിനും പോകാതെ ഞാൻ എന്ത് ചെയ്ത് നേരെ ഒരു പോസ്റ്റ് ഇട്ട് 100-ാം ദിവസം ബി ക്രാഫ്റ്റിൻ്റെ അങ്ങനെ കൗണ്ട് ഡൗൺ ആയി 99. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഞാൻ എണ്ണി ഇങ്ങനെ ഇടും. അത് നമ്മളൊരു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ഉണ്ട്, അതിനെ വിളിച്ചിട്ട് അവൻ നടത്തുന്നൊരു കടയുണ്ട്. ആ കട പിന്നെ അവിടെ എവിടെയെങ്കിലും നമുക്കൊരു ഷോപ്പ് കിട്ടാനുണ്ടെന്ന് വെച്ചപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ഷോപ്പ് എടുത്തോന്നാണ്. ഞാൻ അപ്പം തന്നെ ആ പറഞ്ഞ വിലക്ക് അതങ്ങ് എടുത്ത് അതിൽ പുതിയ ഷോപ്പ് തുടങ്ങി 100-ാം ദിവസം ഉദ്ഘാടനം കഴിഞ്ഞു. അങ്ങനെ ആ 100-ാം ദിവസം തുറന്ന് അത് പിന്നെ ഷോപ്പൊക്കെ നല്ല രീതിയിൽ പോവാണ്. പിന്നീട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് അടുത്ത പദ്ധതി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പുതിയ പ്രോജക്റ്റൊക്കെ ഇങ്ങനെ അപ്പോൾ ഇതിൽ പുതിയ ഷോപ്പ് തുറന്നപ്പോഴാണ് എനിക്ക് വേറെ കോംപ്ലിക്കേഷൻസ് വന്നത്. എനിക്ക് ഹണി സപ്ലൈ ചെയ്ത ആൾ ഞാൻ ആ വീണ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്ത് മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് ഇറങ്ങി. കാരണം ഞാൻ നല്ലൊരു മാർക്കറ്റ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി. ഞാൻ അവിടുന്ന് തഴയപ്പെട്ടു. എനിക്ക് കൃത്യമായിട്ട് പ്രോഡക്റ്റ് കിട്ടാതായി. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രോബ്ലം. അത് എനിക്ക് ആ ബിൽഡിങ് പോയതല്ല പ്രശ്നം, എനിക്ക് പ്രോഡക്റ്റ് കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് ഞാനിതിൻ്റെ പ്രൊക്യൂർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള മൊത്തം ഞാൻ ഇന്ത്യയിൽ യാത്ര ചെയ്ത് നല്ല ബീ കീപ്പേഴ്സായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉണ്ടാക്കി. അപ്പോൾ ഹണി കിട്ടൽ തുടങ്ങി. ഹണി കിട്ടിയപ്പോഴാണ് നെക്സ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് വേണം. അപ്പോൾ പ്രോസസ്സിങ് യൂണിറ്റ് വേണം. അപ്പോൾ പ്രോസസ്സിങ് യൂണിറ്റ് വേണം. അപ്പോൾ ഞാൻ ഖാദി ബോർഡായിട്ട് വ്യവസായ കേന്ദ്രമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടു. എനിക്ക് പിന്നെ ഇത് പാസ്സായി ഒരു പ്രോസസ്സിങ് യൂണിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ പിന്നെ 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ ലോണിന് പോവാണ്, സബ്സിഡി ലോൺ. ഞാൻ ഈ പ്രോജക്റ്റായിട്ട് ചെന്നപ്പോൾ ഇവർ പിന്നെ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഓഫീസർമാരെ അവർ ഇതൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വയനാട്ടിൽ നടക്കുമോ എന്നൊക്കെ പറഞ്ഞ് അത് ഒരു റിജക്റ്റ്. പിന്നെ എൻ്റെയും കുഴപ്പമുണ്ട്, കാരണം ഞാൻ പിന്നെ എല്ലാം കംപ്ലീറ്റഡ് അല്ല, അതിലുള്ള ജോലിക്കാരെ കാര്യങ്ങളോ പ്രോജക്റ്റ് കറക്റ്റായിരുന്നില്ല, എല്ലാം ഒന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ ഇവരത് റിജക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് അല്ല എന്നുണ്ട്. ഞാനപ്പോൾ എണീച്ചിട്ട് എന്നിട്ട് പറയാണ് പിന്നെ ഇത് നിങ്ങളിത് പാസ്സാക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയിലെ അറിയപ്പെടുന്നൊരു പ്രോജക്റ്റായിട്ട് മാറും. അങ്ങനെ എൻ്റെ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഞാനങ്ങ് വാചാലനാവുകയാണ്. അപ്പോൾ ഇവർക്കിത് ഒഴിവാക്കാനും പറ്റുന്നില്ല, പിന്നെ എടുക്കാനും പറ്റുന്നില്ല. അതിലെന്നോട് ചോദിച്ചു ഇത് ആരാ നിങ്ങൾക്ക് ഫൈനാൻസ് ചെയ്യുക? ഞാൻ പറഞ്ഞു കനറ ബാങ്ക് ചെയ്യും. അങ്ങനെ അവർ ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് എഴുതി തന്ന് ഞാൻ ഈ പ്രോജക്റ്റ് പിന്നെ ബാങ്കിൽ കൊടുത്തു. ബാങ്കിൽ നിന്ന് സ്പോട്ടിൽ അങ്ങോട്ട് വിളിച്ച് പിറ്റേന്ന് വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട്. ഇത്രയും ഈ നിങ്ങളെ ബാങ്ക് ഞങ്ങളിങ്ങോട്ട് വിളിച്ചു. ആദ്യമായിട്ടാണ് ഞങ്ങളെ ഒരു ബാങ്ക് ഇങ്ങോട്ട് ഞങ്ങൾ ഫൈനാൻസ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ അടുത്തുള്ള പ്രോജക്റ്റ്. ഇത് കേട്ടപ്പോൾ ശരിക്കും മനസ്സിലായത്, ശരിക്കും പ്രതിസന്ധി ഇല്ലാതെ ഒരു ബിസിനസ്മാനും വളരില്ല. പ്രതിസന്ധികളിൽ കൂടെയാണ് എല്ലാ ബിസിനസ് പേഴ്സണും വളർന്നൊരു ലെവലിലേക്ക് എത്തുന്നത് ഇപ്പോൾ മനസ്സിലായി. അതെ, അല്ല നമ്മൾ ആ സമയത്ത് ഞാൻ പറയാണ് അവർ റിജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ അവിടുന്ന് ഒരു വാക്കും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് റിജക്റ്റ് ആണ്. പക്ഷെ നമ്മളത് പറയുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യും. അത്രയും കോൺഫിഡൻറ്റോടുകൂടി പറയുമ്പോൾ പിന്നെന്താ അതാണ്. അപ്പം അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് അത് വന്ന് ആ പ്രോസസ്സിങ് യൂണിറ്റ് വന്ന് ഇതൊക്കെ വന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഈ സമയത്ത് എനിക്ക് ഈ പ്രോബ്ലംസൊക്കെ വന്നപ്പോഴൊക്കെ ഉള്ള പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് വേറൊരു പ്രോജക്റ്റായിട്ട് മാറേണ്ടി വന്നു. പിന്നെ പോരാത്തത് എൻ്റെ കൂടെ നിന്നിട്ടൊക്കെ പ്രോബ്ലംസേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ബിൽഡിങ് പോവാ, പിന്നെ നീർ നിൽക്കാൻ പറ്റുന്നില്ല, ഉള്ളത് മുഴുവനും പോവാ. അങ്ങനെ ഇദ്ദേഹത്തെ പറഞ്ഞ കൃത്യ കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് ഏറ്റവും വലിയ പോയിന്റ് ആണ് 100 ദിവസത്തിനുള്ളിൽ ഈ ഒരു ഷോപ്പ് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വന്ന് ഞാൻ പിന്നെ എറണാകുളത്ത് ഷോപ്പ് തുടങ്ങി, കാലിക്കറ്റ് ഷോപ്പ് തുടങ്ങി. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ 100 ഷോപ്പുകൾ ഇന്ത്യയിൽ, 100 പിന്നെ കേരളത്തിൽ 100 ഔട്ട്ലെറ്റുകൾ തുടങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ വരുന്നത്. ഈ സമയത്താണ് പിന്നെ നമ്മളെ പാർട്ട്ണർ നമ്മുടെ അടുത്ത് നിന്ന് വിട്ടുപോകേണ്ടത്, വേറൊരു പ്രോജക്റ്റുമായിട്ട് മുമ്പർക്ക് മാറിയിക്കേണ്ടി വന്നു. ഇതും കൂടെ വന്നപ്പോൾ എൻ്റെ ഏകദേശം എല്ലാം പോയി. കാരണം നല്ലൊരു ഫണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ വേഗം ഞങ്ങൾ എഗ്രിമെൻ്റ് പാർട്ണർഷിപ്പ് ഒരു പിന്നെ നല്ല ഫണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഫണ്ട് ഇദ്ദേഹത്തിനായിട്ട് ഞാൻ വേഗം ഒരു എഗ്രിമെൻ്റ് ആക്കിയിട്ട് ഇന്ന സമയത്ത് നിങ്ങളെ പൈസ തരുന്നതാണ്. അങ്ങനെ പിന്നെ എനിക്ക് ഈ പ്രോജക്റ്റ് തുടങ്ങണം, ഇവിടെ നഷ്ടം വേറെ ഉണ്ട്, ഈ പാർട്ണർഷിപ്പ് പിരിയുന്നു, ഇതെല്ലാം കൂടെ വരികയാണ്. ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഈ സമയത്ത് വരുമ്പോൾ ഞാൻ ഈ സമയത്താണ് ഞാൻ നേരെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീം യൂറോപ്പ് ട്രിപ്പ് പോകുന്നുണ്ട് തന്നെ, ബിസിനസ് ടൂറാണെന്ന് പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഒരു 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ സമയത്ത് യൂറോപ്പിലേക്ക് അങ്ങ് പോവാം.
യൂറോപ്പിലേക്ക് മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മൊത്തം പ്രശ്നമാണ്. മൊത്തം പിന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നു. അങ്ങനെ പോയി പിന്നെ നമുക്ക് കാണാനുള്ളത് ബെൻസ് മ്യൂസിയം, കാറ്റാടി മ്യൂസിയം, ചീസ് ഫാക്ടറി, അങ്ങനെ കുറേ പിന്നെ പെർഫ്യൂം ഫാക്ടറി, ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ കണ്ട് ഞാൻ പിന്നെ ഹോളണ്ടിൽ എത്തിയപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു സ്ഥലത്ത് പോയി ചീസ് ഫാക്ടറി. നമ്മൾ എന്ത് ചീസ് ഫാക്ടറി കാണാനാ? അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പിന്നെ ഒരു ലേഡി വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന്. ഇത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ അവരൊരു മരത്തിൻ്റെ ഷൂ ഉണ്ടാക്കുന്നത്, നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, യൂട്യൂബിലൊക്കെ, മരത്തിൻ്റെ ഷൂ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു തന്ന്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ പോയിട്ട് ചീസ് പിന്നെ പണ്ടത്തെ കാലം മുതൽ ചീസ് സൂക്ഷിക്കുന്നത്, അതിങ്ങനെ കളറൊക്കെ ചെയ്തിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്ന്. ഇതൊക്കെ കഴിഞ്ഞ് നേരെ എല്ലാവരും പിന്നെ ഒരു സെയിൽസ് കൗണ്ടറിലേക്കാണ് കയറി. ഈ സെയിൽസ് കൗണ്ടറിൽ കയറി വെക്കുമ്പോൾ പിന്നെ ഞങ്ങളെ കൂടെ ഉള്ളത് ഞങ്ങൾ 32 ആളുണ്ട്. പിന്നീട് ഇത് ഈ സെയിൽസ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. ടിക്കറ്റൊക്കെ എടുത്താൽ കയറിയത്. ഈ സെയിൽസ് കൗണ്ടറിൽ കയറിയിട്ട് ഞാൻ ഒന്നും വാങ്ങിയതൊന്നുമില്ല, ഞാനിങ്ങനെ പഠിക്കുകയാണല്ലോ. ഇത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ കവറ്, യൂറോ കൊടുത്തിട്ടാണല്ലോ വാങ്ങിപ്പോരുന്നത്. ഇതൊരു കുഴപ്പമില്ലല്ലോ. അത് ഇതെനിക്ക് ഭയങ്കരമായി. പിന്നെ ഞാൻ ഫുള്ള് വീഡിയോസും, ഞാനിവിടെ ഇറങ്ങുന്നില്ല, ഇവരെ എല്ലാ സാധനങ്ങളും ഞാൻ എടുക്കുക. അങ്ങനെ ഞാൻ ബസ് കയറിയിട്ട് പറയാണ്, ഞാൻ അനൗൺസ് ചെയ്യാണ്, ഞാൻ വയനാട്ടിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ഹണി മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരു വർഷത്തിനുള്ളിൽ ഒരു ഹണി മ്യൂസിയം ഞാൻ തുറക്കും. അവിടെ നിന്ന് പറഞ്ഞ് നേരെ പോന്ന്. അപ്പോൾ പിന്നെ ഇത് ശരിക്കും അവർക്കറിയില്ല, പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് അല്ല. അപ്പോൾ ഇത് ഡിസംബറിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ പോയി പിന്നെ ഇവിടെ വന്ന് ജനുവരിയിലാണ് ഇവിടെ ഡിസംബർ 29 എത്തി. ഞാൻ പിന്നെ ഫുള്ള് ഹണി മ്യൂസിയത്തിൻ്റെ പ്രോജക്റ്റല്ല എൻ്റെ തലയിലുള്ളത്. ഞാൻ ഒരു പഴയ ചീസ് ഫാക്ടറി നേരെ ഹണി മ്യൂസിയത്തിലേക്ക് വരികയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ആദ്യം തന്നെ ഇതിന് തിരയാണ്. കോൺഫ്ലിക്ട്സ് ഉണ്ട് കേട്ടോ, 3 കോൺഫ്ലിക്ട്സ് ഉണ്ട് നമ്മുടെ പാർട്ട്ണർഷിപ്പ്, പിന്നെ ആ ഒരു പ്രശ്നങ്ങളുള്ളത്. അതെങ്ങനെ സോൾവ് ചെയ്തു? അപ്പം അത് ഞാൻ എഗ്രിമെന്റ് ആക്കിയിട്ട് ഒരു വർഷത്തേക്കുള്ള ഗ്യാപ്പ് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഇനി അടുത്തത് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോജക്റ്റ് അവിടെ ഓൾറെഡി എന്താക്കിയിട്ടുണ്ട്, പിന്നെ പാസ്സായിട്ട് മിഷണറി ഒക്കെ കിട്ടും. ബാക്കിയുള്ള പ്രശ്നങ്ങളാണല്ലോ. പിന്നെ എനിക്ക് ഫണ്ട് വേണം. അങ്ങനെ ഈ സമയത്ത് ഞാൻ എന്താണ്, ഈ പ്രോജക്റ്റ് എൻ്റെ തലയിൽ കയറിയോണ്ട് പിന്നെ എനിക്ക് എന്തായി, എനിക്കൊരു ലക്ഷ്യം വന്നല്ലോ. എനിക്ക് പിന്നെ എന്താണ്, ഇത് ഒരു വർഷത്തിനുള്ളിൽ ഇത് തുറക്കണം. അങ്ങനെ ഞാൻ ഇതിൻ്റെ വർക്കായിട്ട് തുടങ്ങി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 മാസം വർക്ക് നടന്നപ്പോഴേക്ക് മാർച്ച് 22 ലോക്ക്ഡൗൺ വന്നു. കോവിഡ് വന്നപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. എൻ്റെ വീടിൽ നിന്ന് ആകെ പിന്നെ 1 കിലോമീറ്ററുള്ള ഈ സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ വർക്ക് 2 മാസം ഫുള്ളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന്. ഈ സമയത്ത് എനിക്കൊരു ഫാമൊക്കെ ഉണ്ട്, അവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ നിന്ന്. ഇത് കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. വർക്ക് തുടങ്ങി ഏകദേശം ഒരു ജൂൺ ആയപ്പോഴേക്ക് എനിക്ക് മിഷണറി കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ് അവിടെ. പിന്നെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നമ്മളെ ഇതിൻ്റെ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ഉള്ളോട്ടുള്ള സ്ഥലത്താണ്, ഹൈവേയിലൊന്നല്ല ഇത് ചെയ്യുന്നത്. ഹൈവേന്ന് വിട്ടിട്ട് ഒരു റൂറൽ ഏരിയയിൽ ഞാനിങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും, എൻ്റെ ജോലിക്കാർക്കൊക്കെ ടെൻഷനായി, ഇതെന്താണ് ഉസ്മാനൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കണ്ടീഷനിലായി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്നോട് നാട്ടുകാർ വിളിച്ചിട്ട് ചോദിച്ചു, ഒരാളെന്നെ വിളിച്ച് ചോദിക്കുകയാണ്, നിൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടല്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ, അല്ല നീ എന്തിനാ, നിനക്കെന്താ പ്രാന്തുണ്ടോ, നിനക്കെന്താ സൂക്കടുണ്ടോ, നീ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് കാണാമെന്നാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം പിന്നെ എനിക്ക് നവംബർ 11 എൻ്റെ പാർട്ണർക്ക് ഫണ്ട് കൊടുക്കേണ്ടതുള്ളത്. അപ്പോൾ ഞാൻ ഒക്ടോബർ 30 എൻ്റെ പ്ലാന്റിൻ്റെ ഇനാഗുറേഷൻ വെച്ചു. ഈ പ്ലാന്റിൻ്റെ ഇനാഗുറേഷൻ വെച്ചിട്ട് ഞാൻ ആ ഇനാഗുറേഷൻ അനൗൺസ് ചെയ്തപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു. എനിക്ക് ഇൻവെസ്റ്റേഴ്സിന് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാണ്. 10 ദിവസം കൊണ്ട് എനിക്ക് ഫണ്ടിങ് വരികയാണ്. എൻ്റെ പ്രോജക്റ്റ് ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ ആ പ്രോജക്റ്റ് എന്താണെന്ന്. അതിൽ എനിക്ക് ഫണ്ട് വന്നു. ഞാൻ എന്താ ചെയ്ത്, ഞാൻ എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടത്തി നേരെ എൻ്റെ ഇൻവെസ്റ്റർക്ക് കൊടുക്കാനുള്ള, എൻ്റെ സുഹൃത്തിന് കൊടുക്കാനുള്ള ഫണ്ട് കൊടുത്ത് അത് ഒക്കെ സെറ്റിലാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജനുവരി 18 ആ ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയം എന്നുള്ള ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് അത് ഓപ്പൺ ചെയ്ത്. ആകെ നമ്മൾ കേട്ടിരിക്കുന്ന തേൻ എന്ന് പറഞ്ഞാൽ ചെറുതേൻ, വൻതേൻ, കൂടിയൊന്ന കാട്ടുതേൻ, ഇത്രേ കേട്ടിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഈ ബി ക്രാഫ്റ്റിൽ ഒരുപാട് വെറൈറ്റി ഓഫ് തേനുകളാണ് ഞാൻ കണ്ടത്.
ഉദാഹരണം പറയും മസ്റ്റാർഡ് ഹണി എന്നൊക്കെ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഹണിയിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ എത്ര തരം തേനുകളുണ്ട് അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ എത്താനുള്ളൊരു കാരണം എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഞാൻ ഈ തേനിൻ്റെ മേഖലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാധ്യത ആകെ 10% ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഉൽപ്പാദനം വിപണിയും ശരിക്കും 10% ലോകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യയിൽ തേനിൻ്റെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ പിന്നെ 80,000 ടണ്ണ് ഹണിയാണ് പെർ ഇയർ ഉൽപ്പാദനം ഉള്ളത്. ഇപ്പോൾ പറഞ്ഞില്ല മസ്റ്റാർഡ് ഹണി. ഈ മസ്റ്റാർഡ് ഹണീൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ള തേന് മസ്റ്റാർഡ് ഹണിയാണ്. അത് എങ്ങനെയാണ് ഈ മസ്റ്റാർഡ് ഹണി എന്നുള്ളത്? മസ്റ്റാർഡ് ഹണി എന്ന് പറഞ്ഞാൽ കടുക് പൂന്തേൻ. കടുക് പൂവ് ഇപ്പം നമ്മളിപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് റബ്ബർ തേനാണ്. റബ്ബർ തോട്ടങ്ങളിലൊക്കെ വെച്ചിട്ടാണ് ബോക്സ് വെച്ചിട്ടാണ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ലോകത്ത് മുഴുവനും ഓരോ സമയത്ത് കിട്ടുന്ന പൂക്കളിൽ നിന്ന് വിരിയുന്ന പൂക്കൾ, ഇപ്പോൾ ലിച്ചി പൂക്കുന്ന സമയം ഏപ്രിൽ ഒക്കെ സമയത്താണ്. സിഡർ ഹണി വരുന്നത് ശരിക്ക് ഒക്ടോബർ നവംബറിലാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ഡിസംബറോടടുത്തിട്ടാണ് പിന്നെ മസ്റ്റാർഡ് ഹണി വരുന്നത്. അങ്ങനെ ഓരോ ഹണിക്കും ഓരോ പൂക്കൾ പൂക്കുന്ന സമയം ഉണ്ടാകുമല്ലോ, ഈ സമയത്ത് ഉള്ള കളക്ഷനാണ് ഈ ഹണി വരുന്നത്. ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് ഒരേ കൃഷിയാണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഈ ഗുണ്ടൽപേട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം സൂര്യകാന്തി പൂക്കുന്ന സമയം. ഈ സൂര്യകാന്തി തേനുണ്ട്, നല്ല മഞ്ഞ കളറുള്ള നല്ല ടേസ്റ്റുള്ള ഹണിയാണ്. അപ്പോൾ ഏക്കർ കണക്കിന് ഒരേ കൃഷി. ഈ കൃഷി സ്ഥലങ്ങളിൽ ഇവരെന്ത് ചെയ്യും? ബോക്സ് കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഈ ബോക്സ് കൊണ്ടുപോയി വെച്ചിട്ട് ഹണി കളക്ട് ചെയ്യും. അപ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, അവിടെ പോളിനേഷൻ നടക്കും നല്ല രീതിയിൽ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഹണി കളക്ഷനും നടക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൃഷി കഴിഞ്ഞാൽ അടുത്തത് ചിലപ്പോൾ ഇവിടെ മസ്റ്റാർഡ് ഹണി കഴിഞ്ഞാൽ പിന്നെ കോറിയൻഡർ ഉണ്ടാവുക. അപ്പോൾ കോറിയൻഡറിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോകും. പിന്നെ ലിച്ചി ഉണ്ടാവും, ലിച്ചിയിൽ വെക്കും. പിന്നെ സിഡർ ഉണ്ടാവും, അജുവൈൻ ഉണ്ടാവും. അങ്ങനെ പിന്നെ ഓരോ വെറൈറ്റീസ് ഹണീൻ്റെ സമയത്തും ഈ ബോക്സുകൾ മാറ്റി വെച്ചിട്ടാണ്. ശരിക്കും എനിക്കൊരു ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യമായിട്ട് ഇത്രയും ഈ തേനുകളുടെ ഇത്തരം വെറൈറ്റി. അതായത് അപ്പോൾ ഇങ്ങനെയാണ്, അതായത് ഓരോ സീസൺ ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു പൂവുകൾ. ഇപ്പം കടുകാണെങ്കിൽ കടുക് പൂന്തേൻ, അല്ലെങ്കിൽ അങ്ങനെ സൂര്യകാന്തിയുടെ ആ പൂവിൽ നിന്നുള്ള തേൻ, അങ്ങനെയുള്ള ഓരോ തേനുകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതെ. അങ്ങനെയാണ്. അങ്ങനെ കിട്ടുന്ന തേന് നമ്മൾ കൊണ്ടുവന്നിട്ട് ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ആദ്യം കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഒരു കിലോ അല്ലെങ്കിൽ 10 കിലോ 20 കിലോ 50 കിലോ 100 കിലോ അങ്ങനെ ഒന്നും എടുക്കുക. നമ്മൾ പിന്നെ നമുക്കൊരു ബീ കീപ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർ ജെന്യൂൻ പാർട്ടിനായിട്ട് മാത്രം ഡീല്. ഞങ്ങളുടെ ഇടയിൽ ആരില്ല, ഇടനിലക്കാരില്ല. ബീ ക്രാഫ്റ്റും അതേപോലെ ബീ കീപ്പേഴ്സും ഡയറക്റ്റാണ്. ഞാൻ അവരൊക്കെ വീട്ടിൽ പോകാറുണ്ട്, അവരായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അപ്പോൾ അവർ ഡയറക്റ്റ് ഈ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്, എന്തെങ്കിലും ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവർ പറയും അത് എടുക്കേണ്ട. ഇനി അഥവാ ഇവരെടുത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഒരു ടെസ്റ്റ് ഫെയിലായാൽ പിന്നെ ആ ഡീലർ റേറ്റ് പിന്നെ ബീ കീപ്പർ റേറ്റ് നമ്മൾ ഒരു കണക്ഷനില്ല കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ലോട്ട് പ്രോഡക്റ്റ് നമുക്ക് കംപ്ലയിൻറ്റ് വന്നിട്ട് ഒരു നല്ല ലാർജ് സ്കെയിലിൽ ഞങ്ങൾ ചെയ്തൊരു ബിസിനസ് ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ എന്താക്കുന്നത്. അത്രയും ട്രസ്റ്റ് നമുക്ക് ബീ ക്രാഫ്റ്റ്. അപ്പോൾ ക്വാളിറ്റി പ്രോഡക്റ്റ് മാത്രം വിപണിയിലേക്ക് എത്തിക്കുക. അത് എല്ലാ ലോട്ടും നമ്മൾ ടെസ്റ്റ് നടത്തി അങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത്, വിപണിയിലേക്ക് എത്തിക്കുന്നത്. അതെനിക്ക് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലെങ്കിലും നമ്മൾ വയനാട്ടിലെ ബീ ക്രാഫ്റ്റിലൊന്നും പോകണം. കാരണം തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റി ഓഫ് ഹണീസാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് ഈ ഒരു ക്ലീഷേ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ തേൻ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഔഷധമാണ്. പക്ഷേ ഈ ഒരു ഇത്രയും പൂവുകളിൽ നിന്നുള്ള തേൻ അത് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? നമ്മുടെ ഔഷധ ഗുണമുള്ള തേനുകളാണോ ഈ പൂവുകളിൽ നിന്നുള്ള തേനുകൾ? ഇപ്പോൾ തേനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ഓരോ ഫ്രൂട്ട്സ് കഴിക്കുന്നില്ലേ, ഓരോ ഫ്രൂട്ട്സ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ മാങ്ങ കഴിക്കുന്നുണ്ട്, അതേപോലെ പിന്നെ ഓറഞ്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഓരോ ഫ്രൂട്ട്സിനും അതിൻ്റെ രുചി വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഹണി എന്ന് പറഞ്ഞാൽ ഒരു കോമൺ പ്രോഡക്റ്റാണ്. ഹണീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹണി എന്ന് പറയുന്നത് പിന്നെ തേനീച്ചകൾ പൂവിൽ നിന്ന് എടുക്കുന്നത് 100% സുക്രോസാണ്. പഞ്ചസാര 96% സുക്രോസ് ഉള്ളൂ. അതിനേക്കാൾ ഡേഞ്ചർ പ്രോഡക്റ്റാണ് സുക്രോസ്, പിന്നെ അത് പൂവിൽ നിന്ന് എടുക്കുന്നത്. പക്ഷേ അത് തേനീച്ചകളുടെ വയറ്റിലെത്തി അവരുടെ എൻസൈം അമിനോ ആസിഡൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് ആണ് പിന്നെ ആ സുക്രോസ് ഫ്രക്ടോസും ഗ്ലൂക്കോസും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ പിന്നെ ഫ്രക്ടോസും ഗ്ലൂക്കോസും അത് പിന്നെ കാഠിന്യം കുറഞ്ഞ പഞ്ചസാരകളായി മാറുകയാണ് ദഹന പ്രക്രിയ കഴിഞ്ഞിട്ട്. ഒരു 4-5 തേനീച്ചകളുടെ വയറ്റിൽ നിന്നിട്ട് പിന്നെ ദഹന പ്രക്രിയ കഴിഞ്ഞിട്ടാണ്
ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. അങ്ങനെ 100% സുക്രോസ് 5% താഴേക്കാക്കി മാറ്റുന്നതാണ് തേനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കാഠിന്യം കുറഞ്ഞ പഞ്ചസാര, അതുകൊണ്ടാണ് ഷുഗർ പേഷ്യൻസിന് വരെ നമുക്ക് തേൻ കഴിക്കാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ആ തേന് അതിൽ ഈ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ച് ടേസ്റ്റ് ഡിഫറെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ കടുക് പൂന്തേൻ എന്ന് പറഞ്ഞാൽ കടുക് പൂന്തേൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഈ കടുക് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ള തേന് കടുകാണ്. പക്ഷേ ഈ കടുക് എവിടെ പോകുന്നത്? ഇത് മുഴുവൻ പോകുന്നത് യൂറോപ്പിലേക്കും പിന്നെ അമേരിക്കയിലേക്കുമാണ്. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കടുക് പൂന്തേന് ഹീറ്റ് കൂടുതൽ, ചൂട് കൂടുതലാണ്. ഈ ചൂട് കൂടുതലായതുകൊണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഹീറ്റാവും. ഈ വാതരോഗം, അതേപോലെ തന്നെ വെരിക്കോസ് വെയിൻ, ഇതിനൊക്കെ വളരെ നല്ല ഔഷധമാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് മസ്റ്റാർഡ് ഹണി. അതേപോലെ ഇവിടെയൊക്കെ തണുത്ത കാലാവസ്ഥയിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ബോഡി ഹീറ്റാവും. അതുകൊണ്ടാണ് ഈ ഹണി മുഴുവനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇന്ത്യയിൽ വളരെ കുറഞ്ഞ രീതിയിൽ മസ്റ്റാർഡ് ഹണി എന്താക്കുന്നുള്ളൂ, ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ പണ്ടേ തൊട്ട് കേൾക്കുന്നതാണ് തേനും വയമ്പും കൊടുക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ തേൻ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ വെറൈറ്റി ഓഫ് തേനുകളും നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം. പക്ഷേ ഈ ചെറിയ കുട്ടികൾക്ക് തേൻ കൊടുക്കുന്നത് എന്തിനാന്നുള്ള ഒരു പർപ്പസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് കൊടുക്കും തേന്. അതല്ലാതെ കുട്ടികളുടെ സംസാരത്തിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. ഈ കുട്ടികൾ ഈ സംസാരം കുറവുള്ള കുട്ടികൾക്ക് ഈ ചെറുനാവിൻ്റെ കംപ്ലൈൻറ്റിനാണ്, ചെറുതേനാണ് അതിന് കൊടുക്കുക. അപ്പോൾ അത് അന്ന് മുതലേ കൊടുക്കുന്നതാണ്. പക്ഷെ അത് നല്ലൊരു മെഡിസിനാണ്. കുട്ടികൾക്ക് സംസാരശേഷി പ്രോബ്ലത്തിനൊക്കെ ഉള്ള പിന്നെ ചെറുതേനും ഈ വയമ്പോ കൊടുക്കുന്നത് അതിനാണ്. ഇനി തേനിൻ്റെ തന്നെ വേറെ എന്തെല്ലാം ബൈ പ്രോഡക്ട്സ് ആണ് നമുക്ക് ബി ക്രാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? തേനുണ്ട്, അതേപോലെ തന്നെ നമുക്കിപ്പോൾ തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്നതാണ് തേന്. അതേപോലെ തന്നെ ബി വാക്സ് എന്ന് പറയുന്നത് നമുക്ക് ലിബാമായിട്ടും കാലുവിള്ളലിനൊക്കെ ഉപയോഗിക്കുന്ന അത് നല്ല രീതിയിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്നതാണ് ബി പോളൻ എന്ന് പറയുന്നത് പൂമ്പൊടി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് എല്ലിനൊക്കെ ഉറപ്പ് കിട്ടാനൊക്കെ നല്ലതാണ്. സ്പോർട്സ്മാൻമാരായ കുട്ടികൾക്കൊക്കെ വളരെ നല്ല പ്രോഡക്റ്റാണ് ഇത് ഈ ബി പോളൻ എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, റോയൽ ജെല്ലി എന്ന് പറയുന്നത്. റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ റാണീച്ചൻ്റെ ഫുഡാണത്. ഒരു തേനീച്ച വിരിഞ്ഞിറങ്ങുന്ന സമയം ഈ വിരിഞ്ഞിറങ്ങുന്ന തേനീച്ചകളുടെ ഒരു 6 ദിവസം പ്രായമായ തേനീച്ചകളുടെ തലച്ചോറിൽ നിന്ന് ഊറി വരുന്ന ഒരു മിൽക്കാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. സാധാരണ ഒരു തേനീച്ച ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ 40 ദിവസം മുതൽ 160 ദിവസം വരെയാണ് ഒരു തേനീച്ച ജീവിക്കുക. എന്നാൽ പിന്നെ ഒരു റാണീച്ച ജീവിക്കുന്നത് 3 വർഷം മുതൽ 5 വർഷം വരെ റാണീച്ച ജീവിക്കുന്നത്. ഈ റാണീച്ച അങ്ങനെ ജീവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ റോയൽ ജെല്ലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഗുണങ്ങളുണ്ടാവും. ഈ റാണീച്ചൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഈച്ചകളെക്കാളും വലുപ്പവും സൗന്ദര്യവും ആ കൂട് നിയന്ത്രിക്കുന്നതും ദിവസവും 1000കണക്കിന് മുട്ടകൾ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുകയാണത്. അതിൻ്റെ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കുറയുന്ന സമയത്ത് പിന്നെ ഒരു പുതിയ റാണിനെ ക്രിയേറ്റ് ചെയ്യും കൂട്ടിൽ. ആ പുതിയ റാണി വരുമ്പോൾ ഈ 2 റാണിയും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ആണ് ഒരു റാണിനെ കൊല്ലുക ചെയ്യുക. അങ്ങനെയാണ് ഈ റാണീൻ്റെ മരണം ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇതിന് പവർ കിട്ടാൻ കാരണം റോയൽ ജെല്ലി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഇപ്പോൾ റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 2 ലക്ഷം രൂപയോളം വിലയുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ 300 ഗ്രാം ഹണിയിൽ വെറും 20 ഗ്രാം റോയൽ ജെല്ലി മിക്സ് ചെയ്തിട്ട്, സിഡർ ഹണിയിലാണ് മിക്സ് ചെയ്തിട്ട് അത് ഡെയിലി 10 ഗ്രാം വീതം കഴിക്കാനാണ്. 4200 രൂപയാണ് അതിന് ഒരു മാസം കഴിക്കാൻ. ഇങ്ങനെ നമുക്ക് കഴിക്കുന്ന സ്ഥിരം പ്രീമിയം കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അവർ കഴിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് അത് കഴിക്കും. കാരണം എന്താ പറഞ്ഞാൽ നമ്മളെപ്പോഴും പിന്നെ അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഭദ്രത വന്നാൽ പിന്നെന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ശരീരത്തിനാണ്, നമ്മളെ ഹെൽത്തിനാണ്. അതിന് പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഹണി ഷാമ്പു ഉണ്ട്, ഹണി ഫേസ് വാഷ് ഉണ്ട്, ഹണി സോപ്പ് ഉണ്ട്, ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട് ഹണി ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ബി ക്രാഫ്റ്റ് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എത്രത്തോളം സ്റ്റാഫാണ് ബി ക്രാഫ്റ്റിന് ഉള്ളത്? നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ 30ഓളം സ്റ്റാഫുകളാണ് ഇപ്പോഴുള്ളത്. പിന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു 30ൻ്റെ മുകളിൽ ഇൻവെസ്റ്റേഴ്സ് എനിക്കുണ്ട്. നല്ല സംതൃപ്തരായ ഇൻവെസ്റ്റേഴ്സ് തന്നെ പറയാം. ഞങ്ങളൊരു പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുകയാണ് എനിക്ക് ആ ഫണ്ട് തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഒരു മെയിൽ മാത്രം മതി, 6 മാസം കൊണ്ട് ഈ ഫണ്ട് റീഫണ്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പം ഞങ്ങൾ സംതൃപ്തർ എന്ന് പറയുന്നത് ഇതുവരെ ഒരാളും ഞങ്ങളിൽ നിന്ന് റീഫണ്ട് വാങ്ങിയിട്ടില്ല. കൂടുതൽ ഇടുക എന്നല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രീതിയിലാണ് ബി ക്രാഫ്റ്റിൻ്റെ പിന്നെ സ്റ്റാഫായാലും ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആക്ച്വലി എത്ര രൂപയാണ് ഈ ഒരു തേൻ കടയിലേക്ക് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത്? ഇപ്പം എത്രയിലാണ് എത്തി നിൽക്കുന്നതെന്ന് പറയാമോ? സത്യത്തിൽ ഞാൻ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ തുകയാണ്. ഞാൻ ഈ 500 കിലോ ഹണി എടുത്തു എന്ന് പറഞ്ഞില്ലേ,
ആ ഒരു പിന്നെ എനിക്ക് ആദ്യം ഒരു 3-4 ലക്ഷം രൂപ എനിക്ക് എന്നിട്ടുള്ളൂ ആദ്യമായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. പിന്നീടൊക്കെ പതുക്കെയുള്ള ഗ്രോത്താണ്. പിന്നെ എല്ലാം പോയി. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഈ പിന്നെ ഹണി മ്യൂസിയമൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സൊക്കെ കൂടുതലായിട്ട് വേണ്ടി വന്നത്. ഇപ്പോൾ നമുക്കൊരു പിന്നെ 2 കോടിൻ്റെ മുകളിലൊക്കെ നമ്മളെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഒരു പ്രതിവർഷ വിറ്റ് വരുമാനം എന്ന് പറഞ്ഞാൽ എത്ര പറയാൻ പറ്റും? നമുക്ക് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ 2017-18 കോവിഡിൻ്റെ മുമ്പൊക്കെ നമുക്കൊരു 1 CR ഒക്കെ ആയിരുന്നു നമ്മളെ ടേൺ ഓവർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ 10 കോടിയാണ് ഞങ്ങളെ ടാർഗറ്റ് ഈ സാമ്പത്തിക വർഷമുള്ളത്. പക്ഷേ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു 3 മാസം കൂടെ ഉണ്ട്. ഈ 3 മാസത്തിൽ നമ്മൾ എന്തായാലും അത് അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നിന്നും നെക്സ്റ്റ് ഇപ്പോൾ പറഞ്ഞ അച്ചീവ്മെന്റ് കൂടാതെ മറ്റെന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനായിട്ട് താല്പര്യമുണ്ടോ? ബി ക്രാഫ്റ്റിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് അതിലേക്ക് കടന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 1.5 വർഷത്തിനുള്ളിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലെ ഒരു ഹണി മ്യൂസിയം വരാൻ പോവാണ്. ഹണി മ്യൂസിയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആകെ ഒരു 32 സെൻറ്റ് സ്ഥലത്ത് ഒരു പഴയ ബിൽഡിങ് മോഡിഫൈ ചെയ്തിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ബി ക്രാഫ്റ്റ് ഒരു 5 ഏക്കറോളം സ്വന്തമായിട്ട് ലാൻഡ് എടുത്തിട്ടുണ്ട്. ഈ ലാൻഡിൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ എല്ലാ ആക്ടിവിറ്റീസും പറയുന്നില്ല, പക്ഷേ അതിലൊരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ആ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഓട്ടോമേഷൻ, നമ്മൾ ഒരു യൂറോപ്യൻ സ്റ്റൈൽ എന്നൊക്കെ പറയുമല്ലോ, ആ ലെവലിലുള്ള ഒരു പ്രോജക്റ്റാണ് ചീസ് ഫാക്ടറി കഴിഞ്ഞു. പക്ഷെ ചീസ് ഫാക്ടറി അല്ലാത്ത വേറൊരു സ്ഥലമാണ് ഞാനിവിടെ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അത് ആ രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ബി ക്രാഫ്റ്റിൻ്റെ ഞാൻ ഇതിൻ്റെ ഈ ഒരു ബിസിനസ് 2016 തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ഒരു ഉദ്ദേശം തന്നെ ഗ്ലോബലി ഇത് പോകണമെന്നാണ്. അപ്പോൾ ഗ്ലോബലി പോകുന്നതിന് ഒരു ദുബൈയിൽ ഒരു ഹണി മ്യൂസിയം എന്നുള്ളൊരു പ്രോജക്റ്റ് ആലോചനയിലാണ്. അതിന് ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ നല്ല പ്ലേസും കിട്ടിക്കഴിഞ്ഞാൽ ബി ക്രാഫ്റ്റ് ഈ ഹണി മ്യൂസിയം വിദേശങ്ങളിൽ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. ചെറുകിട വ്യവസായത്തിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്തുപദേശമാണ് സാറിന് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് പ്രതിസന്ധികൾ, നമുക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ, ഈ തടസ്സങ്ങൾ നമുക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ വലിയ അവസരങ്ങൾ മുന്നിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തടസ്സം വരിക. എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ, എനിക്ക് ഒന്നുമില്ല, ഒരു ആക്സിഡൻറ്റ്, എനിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. എൻ്റെ ഇതിൻ്റെ മുമ്പുള്ള ഒരു വണ്ടി ഡസ്റ്റർ വാഹനമായിരുന്നു. അപ്പോൾ ഈ വാഹനം എനിക്കെന്നും ഞാൻ അത് മാറ്റണം, പുതിയ വണ്ടികളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യും, ഇതൊന്നും എടുക്കാതെ ഇങ്ങനെ പോയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ വണ്ടി ആക്സിഡൻ്റായി. ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 മറിയൽ മറിഞ്ഞിട്ട് ടോട്ടൽ ലോസായി. വണ്ടി ഫുള്ളായിട്ട് പോയി. പക്ഷേ എനിക്കൊരു പരിക്കും ഉണ്ടായില്ല, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, പുതിയ വാഹനം എടുക്കുന്നത്. അപ്പം നമുക്ക് എത്ര വലിയ പ്രോബ്ലം നമുക്ക് വന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തടസ്സം വന്നാൽ ആ തടസ്സത്തുമ്മലല്ല, നമ്മൾ സൊല്യൂഷൻ മാത്രം നോക്കിയാൽ മതി, നമ്മൾ വിജയിക്കുന്നുള്ളതിന് 100% ഉറപ്പാണ്. അപ്പം ഇത്രയും വിശേഷങ്ങൾ കേട്ട ശേഷം തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് അവർക്കും ഇതിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം താല്പര്യമുണ്ടാകും, ഇൻവെസ്റ്റ് ചെയ്യണം താല്പര്യമുണ്ടാകും. അപ്പം അങ്ങനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് 3 രീതിയിലുള്ള ബിസിനസ്സിൽ മാത്രമേ ഞാൻ എന്താക്കുന്നുള്ളൂ, ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ. ഒന്ന് റിയൽ എസ്റ്റേറ്റാണ്, ഒന്ന് ടൂറിസം പ്രോജക്റ്റാണ്, പിന്നെ ഹണി. ഈ 3 പ്രോജക്റ്റുമായിട്ടാണ് ഞാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എല്ലാവരോടും പറയാം, വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പതുക്കെ മാറ്റിവെക്കും. കാരണം എനിക്ക് താല്പര്യമില്ല, ഈ 3 ബിസിനസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഞങ്ങളൊരു വലിയ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഹണി മ്യൂസിയത്തിൻ്റെ പ്രോജക്റ്റ് വരുന്നുണ്ട്. ഈ ഹണി മ്യൂസിയത്തിൻ്റെ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത ഉണ്ട്. നമുക്ക് 2 കമ്പനിയാണ് ശരിക്കും. നമ്മൾ ബി ക്രാഫ്റ്റ് മാർക്കറ്റിംഗ് LLP, അത് ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രമുള്ളൊരു കമ്പനിയാണ്. പിന്നെ ബി ക്രാഫ്റ്റ് ഹണി ആൻഡ് സ്പൈസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിൽ മാത്രമേ ഞാൻ എന്താക്കാറുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങാറുള്ളൂ. പ്രോജക്റ്റിലേക്ക് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളെ പ്രോജക്റ്റ് ഞാൻ ഇപ്പോൾ 1 വർഷം കൊണ്ട് ഞാൻ ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു വർഷം കഴിഞ്ഞാൽ ടൈം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനായിട്ട് എന്താവേണ്ടി വരും, കൊടുത്ത വാക്ക് അവർക്കൊരു അനിഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങാറില്ല. പക്ഷെ മാർക്കറ്റിങ്ങിൽ അവർക്ക് പ്രോഫിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർക്ക് ഇത്ര ടൈം മുതൽ പ്രോഫിറ്റ് കൊടുക്കുന്നു. ആ പ്രോഫിറ്റ് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ
കൊടുക്കാറുണ്ട്. ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റർ പോലും പിന്നെ എൻ്റെ അടുത്ത് നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിച്ചിട്ടില്ല. കൂടുതൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പറഞ്ഞാൽ അടുത്ത് വരുന്ന ഗ്ലോബലി ഉള്ള എൻ്റെ ഹണി മ്യൂസിയം എന്നുള്ള പ്രോജക്റ്റിന് അത് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് ഞാൻ അല്ല ചെയ്യുന്നത്. അതെനിക്ക് ഇൻവെസ്റ്റേഴ്സ് വന്നാൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. നല്ല ഇൻവെസ്റ്റേഴ്സ് വന്നാൽ ആ പ്രോജക്റ്റ് ഞാൻ എവിടെയും ചെയ്യാൻ ഉള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ്. ഒരു ഇൻവെസ്റ്ററെ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടത് ഉസ്മാൻ മഡാരിയുടെ വിശേഷങ്ങളാണ്. അതും ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു തയ്യൽക്കാരിൽ നിന്നും ഒരു ഡ്രൈവറിൽ നിന്നും ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലറിലേക്കും അതിൽ നിന്നും ഒരു തേൻ കടയിലേക്കും ഇപ്പോൾ ഇൻ്റർനാഷണലി അല്ലെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഒരു മ്യൂസിയത്തിലേക്ക് എത്തുന്ന രീതിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ബിസിനസ്മാനാണ് നമ്മുടെ ഉസ്മാൻ മഡാരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനിയും ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് കാണുന്നത് വരെ വീണ്ടും കാണാം. ഇറ്റ്സ് മീ സജ്ന സഹറ സൈനിങ് ഓഫ്.